ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അടുത്ത് എന്താ പറയുക 17 വർഷത്തെ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു ഷോർട്സ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പേരുകൾ നമ്മളോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ ഭാവി പരിപാടി, എന്താണ് ഇവിടെ ദുബായിൽ തന്നെ നിൽക്കാണോ, എന്താണ് ചേട്ടൻ ചെയ്യണേ, അപ്പം അങ്ങനത്തെ യൂട്യൂബാണോ നിങ്ങളുടെ മെയിൻ, ഇനി അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണോ, അങ്ങനെയൊക്കെ അല്ലേ രേവ? അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതെ, അപ്പോൾ ഞാൻ എന്താ പറയുക 2008 ദുബായിൽ വന്നത്. അതിനുശേഷം 2025 വരെ അല്ലേ ഒറ്റ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു കുട്ടി വന്ന് കൊറിഡോറിൽ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ട് വന്നപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ വീഡിയോസ് നിർത്തിയത് 2025. അപ്പോൾ 2008 മുതൽ 2008 ഞാൻ ദുബായിൽ ആദ്യമായിട്ട് വന്നേട്ടാ. അന്ന് ഒരു 10-21 വയസ്സുണ്ടായിരുന്നുള്ളൂ രേവ. ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ വയസ്സായി. അപ്പം അതൊന്നല്ല അവിടുത്തെ മാറ്റർ. അപ്പോൾ നമ്മൾ 2025 വരെ ഒരൊറ്റ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഞാൻ ആദ്യം KICB ആയിരുന്നു നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ പേപ്പറുകൾ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അവസരങ്ങൾ എന്നൊരു പേജ് ഉണ്ടായിരുന്നു. വെൻസ്ഡേ വരാറുണ്ട്, ഇപ്പോൾ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അതിൽ മറിച്ച് നോക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഈ ഒരു കമ്പനിയുടെ വേക്കൻസി വന്നതും അതിലേക്ക് അപ്ലൈ ചെയ്തതും. കൊച്ചി വഴി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരിട്ട് ദുബായിക്ക് വന്നതും അങ്ങനെയായിരുന്നു. അപ്പോൾ KICB താൽക്കാലിക ജോലിയായിരുന്നു, അത് വേണ്ട വെച്ചിട്ടാണ് വന്നത്. പിന്നെ രേവ കല്യാണം കഴിഞ്ഞ ശേഷം രേവ വന്നു. പിന്നെ ഞാൻ അങ്ങനെ ആ ജേണി 2025 ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മൾ എന്താ പറയുക ഒരുപാട് നാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. കമ്പനിയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഒരു കുറ്റം പറയാനൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മൾ ചേഞ്ച് വേണം എന്നുള്ള കുറെ നാളെ നമ്മൾ ആഗ്രഹിക്കണം. ഇങ്ങനെ ലോങ് ചെയ്യണില്ല. അപ്പൊ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊരു വേറെ ഒന്ന് മാറിയാലോ എന്നുള്ളത് വെച്ചിട്ട്. ഒരു കുട്ടി നന്നായി കരയുന്നുണ്ട്, ഭയങ്കര ശബ്ദമുണ്ട് പുറത്തുനിന്ന്. സ്കൂളിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടി കരച്ചിൽ വീണ്ടും നിർത്തി തോന്നുന്നു. വീണ്ടും കണ്ടിന്യൂസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോവാണ് കേട്ടാ. അപ്പോ എന്താ പറഞ്ഞേ, അപ്പോഴാണ് വീഡിയോ ഇട്ടതിന് ശേഷമാണ് എല്ലാവരും ചോദിച്ചത് എന്താണ് ഭാവി പരിപാടി എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ റിസൈൻ ചെയ്തത് നമുക്കൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ്, ചെറിയൊരു സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്താലോ എന്നൊരാഗ്രഹം. ഫയർ ആൻഡ് സേഫ്റ്റി ഫീൽഡാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചെറിയ വർക്കുകൾ എടുത്ത് ചെയ്താലോ എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ട്രേഡ് ലൈസൻസ്, അതിൻ്റെ UAE അറിയാലോ, ട്രേഡ് ലൈസൻസ് എടുക്കണം. എന്താ പറയുക, കമ്പനി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. VAT ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, അതുപോലെ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കമ്പനിയെ സംബന്ധിച്ച്. അതൊക്കെ നമ്മൾ ചെയ്ത് വരായിരുന്നു. അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പം നിങ്ങൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ കുറേ പേര് ചോദിച്ചു, ചേട്ടാ എവിടെ നിന്നാണ് ചെയ്തത്, അല്ലെങ്കിൽ ചേച്ചിയുടെ കാര്യം പറയട്ടെ. ഇനി അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ചേച്ചിയുടെ കാര്യം പറയട്ടെ. ചേച്ചിയും ഒരു എന്താ പറയുക ഗൃഹനാഥ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു മാനേജർ പോസ്റ്റിലേക്ക് എത്തിയിട്ട് സത്യം പറഞ്ഞ രവി ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മളും വിചാരിച്ച ആദ്യം ഓൺലൈനിലല്ല, ലൈസൻസ് ഒക്കെ വേണമെന്നൊക്കെ. പിന്നീടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ലൈസൻസ് എന്തായാലും നിർബന്ധമാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ നമ്മൾ ലൈസൻസ് എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് രേവ ഒരു ഫ്രീ സോൺ ബേസ്ഡ് ഒരു കമ്പനിയാണ് രേവ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രേവയുടെ ആക്ടിവിറ്റി ഗാർമെന്റ്സ് ട്രേഡിംഗ് ആണ്, ഇ-കോമേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആമസോണിനൊക്കെ നമുക്ക് ചെയ്യാം. അതിലിട്ട് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അപ്പോൾ രേവയും ഒരു മുതലാളി, ഞാനൊരു മുതലാളി നമ്മൾ വലിയൊരു ആളിയല്ല കേട്ടാ, നമ്മുടെ ചെറിയ കുഞ്ഞു സ്വപ്നം. നമ്മളെല്ലാവരും പ്രവാസിയായിട്ടല്ല വരുന്നത്. അപ്പോൾ നമുക്കൊരു ഡ്രീമാണ് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങണമെന്ന്. അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. അതുപോലെ തന്നെ രേവയുടെ കുറേ നാളത്തായിരുന്നു ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ള ഇതൊന്നും നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡെവലപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഭാവി എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് പേരുകൾ നമുക്ക് ഇപ്പം തന്നെ എന്താ പറയുക വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ കൂടുതൽ ബിസിനസ് വരുന്നത്, നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ Instagram, YouTube അതൊക്കെ മെസ്സേജ് വരാറുണ്ട്. പിന്നെ നാട്ടില് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നാട്ടിൽ നമ്മൾ ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് സാധനങ്ങൾ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അല്ല നമ്മൾ ഇതിന്റെ മെട്രോ പറഞ്ഞ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ സാധനം സെയിൽ ചെയ്തത്. ഇതുപോലെ നാട്ടിലും അവൈലബിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വേൾഡ് വൈഡ് ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ ആക്റ്റീവ് ആക്കും, എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.
അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാരും ചോദിക്കും ചേച്ചി ചേട്ടാ എവിടുന്ന ലൈസൻസ് എടുത്ത് എന്താ കാര്യങ്ങള് അപ്പൊ വേണ്ടത് അപ്പൊ അതിന്റെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഒരു വീഡിയോ കൂടി നമ്മള് എടുത്തിരുന്ന ഭാഗത്തേക്ക് നമ്മൾ ലൈസൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടുകൂടി ആ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ മാറിക്കിട്ടുന്നുള്ള നിലയിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് നമുക്ക് എടുത്തൊരു സ്ഥാപനത്തിലേക്ക്, സ്ഥാപനത്തിന്റെ പേര് പറയാം എഡോക് പ്ലസ് ദുബായ്. അതെ, എഡോക് പ്ലസ് എന്നാണ് ശരിക്കും പേര്. അപ്പോൾ ദുബായിലെ മദീന മാളിലെ കിസീസിലെ മദീന മാളിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സെക്കൻഡ് ഫ്ലോർ എന്ന് തോന്നുന്നു. അവിടെ നിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വിചാരിച്ച പോലെ നല്ല ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്കും നല്ല ചൂടും. പൊടിക്കാറ്റ് ചൂട് കൊണ്ടതിന്റെ ഭാഗമായിട്ട് നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ. ഇപ്പൊ അപ്പൊ നമ്മള് പൊടിക്കാറ്റ് വരുമ്പോ കാണിച്ചു കൊടുക്കും. ഇപ്പൊ പൊടിക്കാറ്റില്ല, ഇപ്പൊ ബ്ലോക്ക് വേണമെങ്കിൽ ബ്ലോക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് എവിടേക്കാ പോണേ? എഡോക് പ്ലസിലേക്ക്. എഡോക് പ്ലസ് എന്ന് പറയുന്നത് നമ്മളെടുത്ത സെന്റർ എന്ന് പറയുന്നത് എഡോക് പ്ലസ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത് കിസീസ് മദീന മാളിന്റെ ഉള്ളിലാണ് അത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ്, സെക്കൻഡ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിലാണ്. അതെ, ലിഫ്റ്റിൽ കയറുമ്പോൾ പറഞ്ഞുതരാം. സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെടുത്ത ആളെയും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ ബ്ലോക്ക് ചെയ്ത് രക്ഷപ്പെട്ട് ഇപ്പൊ ചേട്ടൻ സംസാരിച്ച് ശരിയാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും മദീന മാളിൽ എത്തിയിട്ട് കാണാം. കഷ്ടപ്പെട്ട് വലിഞ്ഞ് കിടക്കണ്ടല്ലോ മദീന മാൾ വീഡിയോ. ഏതാ സെക്കൻഡ്? സെക്കൻഡ് വിചാരിക്കണോ? മറന്നുപോയി. കുറച്ച് ദിവസം വന്നിട്ട് അങ്ങോട്ട്. എനിക്ക് ക്യാപ്സ്യൂൾ പോലത്തെ ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലേ രേവ? അതൊരു ഗുളിക പോലത്തെ ലിഫ്റ്റ് അല്ലേ ക്യാപ്സ്യൂൾ. ഇതാണ് നമ്മൾ പറഞ്ഞ എഡോക് പ്ലസ് മദീന മാളിലെ സെക്കൻഡ് ഫ്ലോറിലത്തെ. ഫോട്ടോ എടുക്കണം. നമ്മുടെ രേവയ്ക്ക് ലൈസൻസ് കണ്ടിട്ട് മതിയാവണ്ടേ അല്ലേ രേവ? രസമൊക്കെ ഉണ്ട്. രസത്തിലല്ലോ കാര്യം. നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തന്ന എഡോക് പ്ലസിനെ പറ്റി നമുക്ക് 2 വാക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കണം. എങ്ങനെ? അതെ, ഞങ്ങളോട് ചോദിച്ച ആൾക്കാർ ചോദിച്ചു മടുത്തു. രേവ ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എന്തായിരുന്നു രേവ ഇതെങ്ങനെയാ റെഡിയാക്കിയത്, എവിടെന്നാ റെഡിയാക്കിയത്? ഇപ്പൊ അതെ, അപ്പൊ നമ്മള് വിചാരിച്ചത് വീഡിയോ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന്. അതെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമാവും എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമുക്ക് നേരിട്ട് എഡോക് പ്ലസിന്റെ ഫാസിലുണ്ട്. അതെ, ഫൈമയുണ്ട്. 2 മെഫില സ്റ്റാർട്ട് ചെയ്യണം. അതെ ഫാസിൽ ബ്രോ, നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോ ഫാസിൽ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു എത്ര ദിവസം പറഞ്ഞ 10 ഡേയ്സിന്റെ ഉള്ളില് അല്ലെ 2 വീക്സോ മാക്സിമം. മെയിൻലാൻഡിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എടുക്കുന്നത് നമുക്കൊരു എല്ലാം പ്രോപ്പർ പേയ്മെന്റ്സ് എല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷനും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആണ്, വാലിഡിറ്റി ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 to 7 വർക്കിംഗ് ഡേയ്സ് മതി. പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് എപ്പോഴും ഒരു 10 ഡേയ്സ്. അതെ, നമ്മളോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു. 10 to 12 ഡേയ്സ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 8ാമത്തെ ദിവസം 9ാമത്തെ ദിവസം അങ്ങോട്ട് സംഭവം റെഡി ആയി. പിന്നല്ലാണ്ട് അതായത് ദിവസം കൂട്ടി പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ് ഈ എഡോക് പ്ലസിന്ന്. പിന്നീടാണ് നമ്മുടെ രേവയ്ക്ക് അതായത് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ വേണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ പിന്നെ നമ്മൾ അതിലേക്ക് കടന്നു. വേണ്ടത് അതാണ് കൂടുതൽ ആൾക്കാർ നമ്മളിപ്പോ ചോദിച്ചു വന്നത് അല്ലെ. അപ്പൊ അതിനും നമ്മളെ സഹായിച്ചത് ഇവർ തന്നെയാണ്. ഒരുപാട് ഫ്രീ സോൺസ് ദുബായിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മളൊരു ബെസ്റ്റ് ഒരു ഫ്രീ സോൺ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിന്റെ കാര്യങ്ങളും നമുക്ക് ഇവർ തന്നെ ചെയ്തു തന്നത്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ 4 വർക്കിംഗ് ഡേയ്സോ 5 വർക്കിംഗ് ഡേയ്സോ? നമ്മള് നോർമലി ഒരു 5 വർക്കിംഗ് ഡേയ്സ് ഒക്കെ മതി. അതും ഇതുപോലെ തന്നെയാണ്. നമ്മള് ദുബായ് മെയിൻലാൻഡ് ചെയ്യുന്ന പോലെയല്ല ഫ്രീ സോൺ. പക്ഷേ ദുബായ് മെയിൻലാൻഡ് ചെയ്യണേലും പേയ്മെന്റ് കാര്യങ്ങൾ കുറവാണ്. ഈ സംഭവങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇതാക്കാൻ പറ്റും. പോർട്ടലാണ് ചെയ്യാം. ഫ്രീ സോണും അതിന്റേതായ പോർട്ടൽസ് ഉണ്ടാവും. നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോർട്ടലും നമ്മുടെ
യൂസർ നെയിമും ക്രെഡൻഷ്യൽസും കിട്ടും. നമ്മൾ ലോഗിൻ ചെയ്യുക, നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ. അതും ഇതുപോലെ തന്നെയാണ് ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാം നോർമൽ ടൈമിൽ തന്നെ കയറി പോകും. നമ്മളോട് നമ്മൾ ഓൺലൈൻ ക്ലോത്തിങ് തുടങ്ങിയ കാര്യം ഒരുപാട് പേര് ചോദിച്ചത്, ചേച്ചി ക്ലോത്തിങ് സെന്റർ എങ്ങനെ തുടങ്ങുക, പിന്നെ ബേക്കേഴ്സ്, പിന്നെ അതെ, പിന്നെ മറ്റേ എന്താ പറയാ കമ്മല്, വളൊക്കെ, ടാഫ്റ്റുകള്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പല പല ആക്ടിവിറ്റികൾ അതിൽ അവൈലബിൾ ആണ് അല്ലെ? ഇഷ്ടംപോലെ ആക്ടിവിറ്റികൾ അവൈലബിൾ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇ കോമേഴ്സ് ലൈസൻസ് ആണ്. അതെ, ഇ കോമേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കോമേഴ്സിനകത്ത് നമുക്ക് എന്തും ഓൺലൈൻ ത്രൂ ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗാർമെന്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോ ഫുഡ് പ്രൊഡക്ട്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ നമുക്ക് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഫ്രീ സോൺ എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഡിഫറെന്റ് മിക്സ് ആൻഡ് മാച്ച് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും. ലൈസൻസ് മാത്രം എടുക്കുന്നത് ഏറ്റവും ചീപ്പ് ഫ്രീ സോണിലാണ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്ടിവിറ്റി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഇതിപ്പോ ലൈസൻസ് മാത്രമല്ലല്ലോ, ലൈസൻസും ഇതിന്റെ എല്ലാതും സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന്റെ? അതെ, എല്ലാം ചെയ്ത് കൊടുക്കും. ബിസിനസ് തുടങ്ങിയ ശേഷമുള്ള ബാങ്ക് അക്കൗണ്ടും, ഇജാരി, ബിസിനസ് അക്കൗണ്ട്, പിന്നെ വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, ഇതെല്ലാതും. അതായത് നമുക്കൊരു ആഗ്രഹം മാത്രം പ്രകടിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് ഏത് കാറ്റഗറി ആണെന്ന് പറഞ്ഞാൽ മതി. നമുക്കിത് അറിയാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നമുക്ക് എല്ലാം സെറ്റ് ആക്കി തന്നതാണ്. നമ്മൾ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണ്. കാരണം അത്രയും എന്താ പറയാ, ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു. പിന്നെ അധികം തലവേദന കാര്യങ്ങൾ നമുക്ക് പിന്നെ നടന്നില്ല. ഇവര് തന്നെ നമ്മളെ എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അതെ, പക്ഷെ നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് തലവേദന ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ്. കാരണം നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ അധികം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ആൾക്കാരുകൾക്ക് റെക്കമെൻഡ് എത്തിക്കുള്ളൂ. കാരണം ആൾക്കാരുകൾ ചെന്ന് പെടരുത് ഒരിക്കലും. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കൊണ്ടാണ് എഡോപ്ലസിന്റെ ഒരു വീഡിയോ നമ്മളും ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം അത്രയധികം നമ്മളോട് എൻക്വയറീസ് വരികയാണ്. എന്നും നമ്മൾക്ക് കാലത്തിന് ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ചേച്ചി ഇതെങ്ങനെ തുടങ്ങി ഒന്ന് പറഞ്ഞു തരുമോ, ചേട്ടൻ ഇപ്പം എന്തൊരു റിസൈൻ ചെയ്തിട്ട് എന്തൊരു ചെയ്യുന്നത്, ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനൊരു മറുപടി എന്ന നിലയിലാണ് ഈ വീഡിയോ. ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെന്നിട്ടാ, പക്ഷെ ആർക്കും ഇത് എവിടേക്കാ പോകേണ്ടത് എന്തെന്നൊന്നും അറിയണില്ല. അതെ, അപ്പൊ നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ ചെയ്തത് മദീനമാളിലെ എഡോപ്ലസ് വഴിയാണ്. അപ്പൊ നമ്മള് അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ നമ്മുടെ റെക്കമെൻഡ് പ്രകാരം നമ്മൾ പറയുന്നത് മദീനമാളിലെ എഡോപ്ലസ് ആണ്. ഫാസിലിനെ ഇവിടെ വന്നിട്ട് ഫാസിലിനെ അല്ലെങ്കിൽ ഫൈമേനെ കണ്ടാൽ മതി. ഞങ്ങളുടെ പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒന്നുകൂടി പറഞ്ഞേ. അതെ, അതില് പക്ക, അതില് ഞങ്ങൾ ഗ്യാരണ്ടി. അതെ, നമ്മൾക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാം ഫാസിലിന്റെ. അപ്പൊ ഫാസിലിനെ ഡയറക്റ്റ് വിളിക്കാം. നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലൊരു ബ്രദറിനോട് സംസാരിക്കുന്ന പോലെ ഫാസിലിനോട് സംസാരിക്കാം. ഫാസിൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരും. എല്ലാരും അതെട്ടാ പ്രത്യേകം പറയണത്. ബ്രദർ അല്ല, സിസ്റ്ററും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. 3 പേരും കൂടി ഉണ്ട്. അവര് എല്ലാരും ഓക്കെയാണ്, പക്കയാണ്. വെറുതെ പറയുന്നതല്ല, വന്ന് നമുക്ക് അറിയാൻ പറ്റും. അടിപൊളിയാണ്, എല്ലാവരും ഓക്കെയാണ്. നമുക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ. ടീം എന്തായാലും അപ്പം നമുക്ക് കൂടി പറയാനുള്ളത് ഇവരുടെ ത്രൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ കിട്ടിയില്ല, എല്ലാതും കിട്ടി പൊതിച്ചു. അങ്ങനെ മദീനമാളിൽ നിന്ന് വരുമ്പോൾ രേവയ്ക്ക് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു തലാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ എല്ലാത്തിനും എൻ്റെ പേരല്ലേ പറയാ. കൂടെ കഴിക്കുന്ന എന്റെ കൂടെ. അതിപ്പോ നിനക്ക് കഴിക്കുമ്പോ ഞാനും കഴിക്കണല്ലോ, അതുകൊണ്ടാട്ടോ പാവം. എന്നിട്ടൊന്ന് ഓർഡർ ചെയ്യണ രേവ? എനിക്ക് എന്ത് ഓർഡർ ചെയ്താലും ബിരിയാണിയിലേക്ക് പോവും. ചേട്ടൻ പറയുന്നത് ഇപ്പൊ മറ്റേ സാധാ ഫുഡ്, ചോറ് കഴിച്ചാലോ. നോക്കട്ടെ, കൂടെ ചോദിച്ചു നോക്കാം. അങ്ങനെ രേവ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിട്ടുണ്ട്. കൂടെ ഞാൻ ഓർഡർ ചെയ്ത. എന്നിട്ട് രേവ നീ ഓർഡർ ചെയ്ത? ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി കാണുമ്പോൾ രണ്ടും സെയിം ആണ്. അതെ, പക്ഷേ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ആഹാ, ലെഗ് പീസ് ആണോ? ഇതാ നോക്കി നോക്കിയാ തുറന്ന് കഴിക്കാം. ചേട്ടാ, ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ക്ഷീണുണ്ട് ഞങ്ങൾക്ക് ചിക്കൻ ബനാന. അറിയോ പാട്ട്? അല്ല, നമ്മളിപ്പോ വിഷയം മാറിപ്പോകുന്നു. അതെ, അപ്പോ ഇത്രയും നാള് നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം, ചേട്ടൻ എന്താ ചെയ്യണേ, റിസൈൻ ചെയ്തതിനു ശേഷം ചേട്ടൻ എന്താ ചെയ്യണേ, ചേച്ചി ഇപ്പൊ എന്താ ചെയ്യണേ? അപ്പൊ ചേട്ടൻ ഒരു നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് കമ്പനി ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി എന്നൊക്കെ പറയാം. രേവ ഇപ്പൊ ഒരു ക്ലോത്തിങ് സ്റ്റോർ, ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ നടത്തുന്നുണ്ട്.
ഫുൾ ലൈസൻസ്ഡ് ആണ് അല്ലാണ്ട്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ആയ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് എങ്ങനെയാ തുടങ്ങേണ്ടത്, എവിടെന്നാ തുടങ്ങേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും എൻക്വയറീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും പല പല എൻക്വയറീസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു എന്ന് തോന്നുന്നു. എഡോപ്ലസ് നമ്മൾ പരിചയപ്പെടുത്തിയതും ആ ഒരു ത്രൂ ആണ് നമ്മളെടുത്തത്. ആ ഒരു ത്രൂ ആയിരുന്നു. ചേട്ടന് ചേച്ചി അവിടെ നിർത്തിയതാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്നത്. ഒരു ത്രൂ ആയിരുന്നു നമ്മളെടുത്തത്. അപ്പൊ അതൊക്കെയായിരുന്നു അതിന്റെ ആൻസർ. ഇപ്പൊ ഞങ്ങൾ ദുബായ് ബോർഡർ കടന്നു, ഷാർജയിലേക്ക് എൻട്രി ചെയ്തു, അതും കൂടിയും പറയണം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ആമിക്കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ടാണ് നമ്മൾ വന്നത്, അതുകൂടി പറയുന്നത്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോയിൽ ആമി ഇങ്ങനെ പറയാം പറയുന്നത്. അപ്പൊ ആമി ഇല്ലാത്ത ഒരു എൻഡിങ് ആണെന്ന്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും.